So it's gone. Now we both moved on. Oh, that's la la life. That's la la life. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ഗെയിം ഡ്രാഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രീ ഫയർ ഗെയിം പ്ലേ ആണ്. അപ്പം ഇനി മുമ്പോട്ടും ഫ്രീ ഫയർ ഗെയിം പ്ലേ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും വൈകാതെ തന്നെ ഒരു ക്ലാഷ് കോഡ് മാച്ച് അങ്ങ് കളിക്കാം. അപ്പോൾ കഴിഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റ് ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക, പിന്നെ പറ്റുന്ന എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്ലാഷ് കോഡ് ബെർമൂഡയിലാണ് കളിക്കാൻ പോകുന്നത്. ഫ്രീ ഫയർ ഇന്ത്യ. നമുക്കിവിടെ G80യും M873 ആയിരുന്നു. നമ്മൾ G80 എടുത്തിട്ടുണ്ട്. പീക്ക് കേട്ടോ ലിസ്റ്റ് എല്ലാം പരിചയപ്പെടുത്തി തരാം. ആദ്യം ക്ലാഷ് കോഡ് മാച്ച് കണ്ടിട്ട് സ്കിൽസൊക്കെ റേറ്റ് 1 to 10 കേട്ടോ. പീക്കിൽ പണ്ടത്തെ പീക്കൊക്കെ മാറി കേട്ടോ. ഒരാളെ കണ്ട് നമുക്ക് നേരെ ഇവിടെ വിളിച്ചിട്ട് നേരെ ചാടി വന്നടിക്കാം. അപ്പം അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. 2 പേര് നോക്കായി കേട്ടോ. അവളെ അങ്ങ് നമുക്ക് നേരത്തേക്കാം. അപ്പോൾ നമുക്കൊരു ഇല്ലായി. ഗൈസ്, നമുക്ക് മെഡിക്കറ്റ് ഉപയോഗിച്ച് ലൈഫ് വിട്ടായിരുന്നു. നമ്മളത് ചെയ്തില്ല, നേരെ അവനങ്ങ് നോക്കാക്കിയിട്ടുണ്ട്. ഗൈസ്, 2 പേര് വളഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ 2 പേര് വളഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ സ്കില്ലുണ്ട്. അപ്പം നമുക്ക് നേരെ കയറി ചെന്ന് സ്കില്ല് അങ്ങ് ഉപയോഗിക്കാം. ആർക്കാണ് ലൈഫ് ഓർക്കാൻ ചത്തോളും. ഗൈസ്, നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ കളിയിപ്പിച്ചിട്ടുണ്ട് 3 കില്ല കേട്ടോ. നമുക്ക് ഈ മാച്ച് നമുക്ക് 3 കില്ലാണ് കിട്ടിയത്. കാര്യം എനിക്ക് സംശയം ഉണ്ടാവും എങ്ങനെ ചത്തേന്ന്. കാര്യം എൻ്റെ ഒറിയനാണ് ക്യാരക്ടർ ഒറിയനായ കാരണം എൻ്റെ സ്കില്ല് ഉപയോഗിച്ച് ഒരുത്തിന് ഡാമേജ് കൂടി. അപ്പോൾ നമുക്ക് ഒരുത്തിന് നോക്കായ കാരണം മറ്റവനെയും കൂടി കൊന്നാൽ മതിയായിരുന്നു. ഇവിടെ മറ്റേ എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ പലവരും മറ്റേ വീടിൻ്റെ മേളിലായിരിക്കും ഉള്ളത്. അപ്പോൾ സ്കോപ്പുള്ളൊരു കണ്ണാണ് നമുക്ക് വേണ്ടത്. ആരും ഫ്രണ്ട്സാക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സ്കോപ്പുള്ള കാര്യം. അപ്പം അതായതുകൊണ്ട് തന്നെ നമുക്ക് AK-47 ആണ് ഇത്തവണ എടുത്തിട്ടുള്ളത്. കാര്യം എനിക്ക് സ്കോപ്പുള്ള AK-47 മാത്രമാണ് ഇഷ്ടമുള്ളത്. AK-47 ആണ്. പിന്നെ ഡയമണ്ടൊക്കെ എടുക്കുന്നത് റൂസ്റ്ററിൽ നിന്നാണ് കേട്ടോ. ഞാൻ ടോപ്പപ്പ് ഒന്നും ചെയ്യാറില്ല. ഞാൻ റൂസ്റ്ററിൽ നിന്നാണ് നോക്കാറുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മോക്കോ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്റ്റോർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്തേക്കണ സിംഹത്തിൻ്റെ പെറ്റില്ലേ, കുൻഫു പാണ്ടിൻ്റെ അതിൽ ആ സിംഹത്തിൻ്റെ ടൈഗറിൻ്റെ പെറ്റും പിന്നെ ഒരു മറ്റേ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഐസിലൊക്കെ വരുന്ന സംഭവമില്ല, അതാണ്. നമുക്ക് അതെടുക്കണം. നമുക്ക് ഈ കളിയിൽ കില്ലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഈ കളി കില്ല് എടുക്കണം പറഞ്ഞെങ്കിലും, പക്ഷേ നടക്കത്തില്ല. ഓ ഗൈസ്, നമ്മൾ അടിച്ചിട്ടൊന്നും ചത്തില്ല. ഒരാളും കൂടി ഉള്ളു. നമ്മുടെ ടീമേറ്റ് ആടുമ്പോൾ കൊന്നോളും. അതപ്പം വിക്ടറി ആയിട്ട് രണ്ടാമത്തെ റൗണ്ടും വിക്ടറി ആയിട്ടുണ്ട്. അതിനകത്ത് MVP DCG58 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത റൗണ്ട് 3 ആണ്. റിംപാം വില്ലേജിലാണ്. AK-47 നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് M188 എടുക്കണോ MB40 എടുക്കണോ? നമുക്ക് MB40 എടുത്തിട്ട് അടിക്കാം. നമുക്ക് മഷ്റൂം എല്ലാ കളിയിലും മഷ്റൂം എനിക്ക് എടുക്കണം. കാര്യം ഈ ക്യാരക്ടർ പിന്നെ ഈ HP ഉണ്ടോ, HP-യുടെ മേളിൽ റെഡ് കളറാണ്. അത് ടഫുള്ളൊരു റെഡ് കളറാണ്. ഇച്ചിരി ഡാർക്കായിട്ടാണ് കാണുന്നത്. അതില്ലേ, അതൊരു പകുതിയിലധികം ആയാൽ നമുക്ക് അതിൻ്റെ സ്കില്ല് ഓപ്പൺ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വേറെ ഒന്നും എടുത്തിട്ടില്ലെന്നല്ല, ബാക്കിയെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമ്മൾ ഫസ്റ്റ് കില്ലെടുത്ത അത് തന്നെ പിന്നെയും കിട്ടിയിട്ടുണ്ട്. ഒരാളും ഇല്ലല്ലോ. നമ്മുടെ മാപ്പിൽ ആരും ഒന്നും കാണുന്നില്ല. അടുത്ത് 2 പേരുള്ളതായിട്ടാണ് കാണുന്നത്. ഒരാൾ നോക്ക് ഡൗൺ ആയിട്ടുണ്ട്. സ്ഥലമൊക്കെ അവനെ അങ്ങ് വന്നേക്കാം. അപ്പോൾ നമുക്ക് ടീമേറ്റിനെ അടിച്ചിട്ടുണ്ട്. അവനെ വെച്ച് നമ്മൾ കൊന്നു. അപ്പോൾ നമ്മൾ 3ാമത്തെ റൗണ്ടും ജയിച്ചിട്ടുണ്ട്. വിക്ടറി. പിന്നെ നമുക്ക് 5 ഇല്ല, നമ്മളാണ് ടോപ്പ്. അപ്പോൾ നമ്മൾ തന്നെയാണ് MVP. ഗെയിം ഡ്രാഗ് 2 മാച്ച് പോയിൻ്റാണ്. ഈ കളി ജയിച്ചാൽ നമ്മൾ കളി ചെയ്യും. നമുക്ക് മഷ്റൂം എടുത്തിട്ട് ഒരു റെസ്റ്റ് ലൈൻ എടുക്കാം, പിന്നെ ഒരു ഗ്രനേഡ് എടുക്കാം. നമുക്ക് നേരെ കയറിച്ചെല്ലാം. കാര്യം ഈ കളി തോറ്റാലും നമുക്ക് കുഴപ്പമില്ല. അതാണ് ഈ കളിയുടെ പ്രത്യേകത. ഈ കളി ജയിച്ചാൽ നമ്മൾ ജയിക്കും. അപ്പം നമുക്ക് കയറിച്ചെല്ലാം. ഇത് മില്ലിലാണെന്ന് തോന്നുന്നു കളി. ആ മില്ലിലാണ് ഗൈസ്. നമുക്ക് ഈ മില്ലിൻ്റെ ഒരു ഇടവഴിയുണ്ട്.
അപ്പോൾ അതുവഴി കയറിക്കല്ല, സോറി കയറി ചെല്ലാം കേട്ടോ. മാക്സിമം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കാണാനുള്ള അവസരം നിങ്ങളൊരുക്കി കൊടുക്കണം. ഒരാൾ നോക്കായിട്ടുണ്ട്, നമ്മൾ ടീമേറ്റായിട്ട് നോക്കിയാൽ അവനെ ഇങ്ങ് വന്നേക്കാം. MP40 അല്ല, ഒരാൾ നോക്ക്, നമുക്ക് ഇവനെ ഹെൽപ്പ് ചെയ്തേക്കാം. അയ്യോ അതാണ്ട് വയസ്സ് ഇവരുടെ ടീമിൽ മുഴുവനുള്ള മണ്ടന്മാരാ. നമ്മൾ മറ്റേ ഹെൽപ്പ് ചെയ്തില്ലേ, അപ്പം ഒരു പ്ലെയർ വന്ന് മുമ്പിൽ ചെയ്യുന്നേക്കണം നമ്മുടെ മുമ്പിൽ. നമ്മൾ ഒന്നാമതിരിക്കുമോ? അതപ്പോൾ ട്രിപ്പിൾ ടേക്ക് ഔട്ട് നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. ബുയ കളി ജയിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് കണ്ണ് MP40 ആൻഡ് AK-47. നമ്മൾ അവർക്ക് ഒരു ചാൻസ് പോലും കൊടുക്കാതെ നമ്മൾ കളി ജയിപ്പിച്ചിട്ടുണ്ട് 4-0. അപ്പം ആര് MVP നമുക്ക് നോക്കാം. ഞാൻ തന്നെയാണ് MVP. കാര്യം എത്ര കില്ലെടുത്തിട്ടുണ്ടെന്ന് നോക്കാം. എലിമിനേഷൻ 8, നമുക്ക് 8 പേര് കില്ല് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റ് 2 പേര് അസിസ്റ്റ് ചെയ്ത്. പിന്നെ ഡാമേജ് 2420. എല്ലാവർക്കും ലൈക്ക് കൊടുത്ത് ഫ്രണ്ടാക്കാം. MVP അപ്പുറത്തേൽ 2 കില്ലുള്ള ഒരു പുള്ളിക്കാരനാണ് MVP. നമുക്ക് ലോബിയിലോട്ട് തന്നെ പോവാം. എല്ലാവരും ഫ്രണ്ടാക്കിയിട്ടുണ്ട്, ലോബിയിലോട്ട് പോവാം. നമുക്ക് റിവാർഡ് ക്ലൈംബ് ചെയ്യാം. ഒരു എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്, സ്പെഷ്യൽ എയർ ഡ്രോപ്പ് 475-ൻ്റെയാണ്. നമുക്കതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഗാലറിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ ക്യാരക്ടർ ഒറിയൻ, പെറ്റ് മറ്റേ മൗസ്, ഗെയിമിംഗ് ട്രാക്ക് എന്നാണ് പേര്. UAD വേണമെങ്കിൽ നിങ്ങൾ നോക്കിയോ, വേണമെങ്കിൽ ഫ്രണ്ടാക്കാൻ ലെവൽ 19, BR റാങ്കിൽ സീസൺ 38. നമ്മൾ ഇതാണ് സിൽവറാണ്. CS റാങ്കിനകത്ത് ഞാൻ സിൽവർ 2 ആണ് BR റാങ്കിൽ. പിന്നെ ഓവർവ്യൂ നോക്കിയാൽ ബാറ്റർ റോയൽ ഗെയിംസ് 23 വിൻസ് 3. എലിമിനേഷൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല. പിന്നെ സ്ക്വാഡായിട്ട് 8 ഗെയിംസ് കളിച്ചിട്ടുണ്ട്, 6 എലിമിനേഷൻസ്. ക്ലാഷ് കോഡിനകത്ത് 15 ഗെയിംസ് 8 വിൻസ് ഉണ്ട്. പിന്നെ ലോൺ വുൾഫ്. പിന്നെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാ കളിയും കളിച്ച് ഇതും കൂടി കൂട്ടിയാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. വെപ്പൺ നോക്കുവാണെങ്കിൽ റെക്കോർഡ് ഹൊറർ സ്കോർ എനിക്ക് 66 ഉള്ളൂ. വിഷ് ലിസ്റ്റ് കണ്ടത് എനിക്ക് ഈ പെറ്റാണ് ഞാൻ പറഞ്ഞ മോക്കോ സ്റ്റോറി വന്നെന്ന് പറഞ്ഞ്. ഈ പെറ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈവൻ്റാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് വേണം. ഇവർ 2 പേരെയാണ് നമുക്ക് വേണ്ടത്. ഈ ഡയമണ്ട് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്നത് റൂസ്റ്ററിൽ നിന്നാണ്. റൂസ്റ്ററിന് മുഴുവൻ കണക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നൊന്നുമില്ല. പിന്നെ എൻ്റെ ഇതെല്ലാം നോക്കിയാൽ പിന്നെ മുടക്ക് വോട്ടിലേക്ക് പോവാം. വോട്ടിലേക്ക് ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ്. ഹാറ്റ്സിനകത്ത് ഇതൊക്കെ ഉള്ളൂ. പൊളിറ്റിക്കലിനകത്തുള്ള ആ മാസ്ക് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ലക്കി റോയലിന് കിട്ടിയതാണ്. ഇതൊക്കെ ലക്കി റോയലിന് എടുത്ത കേട്ടോ. പിന്നെ ഇമോട്ട് നോക്കുകയാണെങ്കിൽ ഇമോട്ടൊന്നുമില്ല. പോസ്റ്റർ ഒന്നും, സ്കിൽ മൂവ്സ് ഒക്കെ, കളക്ഷൻ. ബാഗ് എനിക്ക് ബിൻ്റെ അക്കൗണ്ട് ചെയ്തപ്പോൾ എല്ലാം കിട്ടിയതാണ് കേട്ടോ. ഇത് എനിക്ക് ബിൻ്റെ അക്കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഇത്. പിന്നെ ലൂട്ട് ബോക്സ് നോക്കുകയാണെങ്കിൽ ഇത് ഇന്ന് കിട്ടിയതാണ്. ഇന്ന് ലക്കി റോയൽ കിട്ടിയപ്പോൾ എനിക്കെടുത്താൽ. പിന്നെ ഇത് മറ്റേ ഇവൻ്റ് വന്നത് അത് ക്യാമലിൻ്റെ ഇത് വന്നപ്പോൾ എടുത്തതാണ്. പിന്നെ ബോർഡൊക്കെ വെഹിക്കിളിനകത്ത് ബൈക്കിനകത്ത് ഈ ബൈക്കിൻ്റെ സ്കിന്നൊക്കെ എനിക്ക് ലക്കി റോയലിന് കിട്ടിയ, ട്രക്കിൻ്റെയും പിന്നെ ഈ കാറിൻ്റെയൊക്കെ എനിക്ക് എല്ലാ ലക്കി റോയലിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 3 മറ്റേ ബണ്ടിലുണ്ട്. 3 ബണ്ടിലല്ല, 3 മറ്റേ ക്യൂബ് എടുക്കാനുള്ള മറ്റേ ബണ്ടിൽ. പിന്നെ 26 കാർഡുണ്ട്. പിന്നെ 9 ഇതുമുണ്ട്. 445 ഇതുണ്ടായിരുന്നു. പിന്നെ ഗൈഡ് വാച്ചിനകത്ത് 35 ടോക്കൺ ഉണ്ട്. ബഡ്ഡി കോയിൻ എനിക്ക് ആവശ്യമുണ്ട്. കാര്യം ഒരു ഇമോട്ട് വന്നിട്ടുണ്ട് 30-ൻ്റെ ഉള്ളൂ. അതങ്ങ് എടുക്കണം. പിന്നെ ഗൺസൊക്കെ എനിക്ക് പെർമനൻ്റായിട്ട് AK-47 മാത്രമേ ഒരു ഗണ്ണുള്ളൂ. പിന്നെ മിഷൻ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടാണ് എക്യൂപ്പാക്കാം. ഞാൻ ഷോട്ട് ഗണ്ണിൻ്റെ ഒരു സംഭവം, ഒരു സെറ്റ്, ഒരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് വേണമെന്നുണ്ട്. അതാ ഞാൻ മേടിക്കുന്നുള്ളൂ. അതെനിക്ക് ആവശ്യമുണ്ട്. തീ പറക്കണം, മറ്റേ ഷോട്ട് ഗണ്ണിൻ്റെ തീ പറക്കണേ M10 അതെനിക്ക് വേണം. അത് ഞാൻ മേടിക്കണ ഒരു വീഡിയോ ഇടും. അതിനകത്ത് തന്നെ ആയിരിക്കും നമ്മൾ മോക്കോ സ്റ്റോറി പോയിട്ട് റൗണ്ട് ചെയ്യണത്. പിന്നെ ഹൈപ്പർ ബുക്കിനകത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ മേടിക്കണമെന്ന് പറഞ്ഞു തരണമായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്. ഹൈപ്പർ ബുക്ക് മേടിക്കണമല്ല, എനിക്ക് ഇതിനകത്ത് എനിക്ക് ഭയങ്കര സംശയമുണ്ട്. പൊളിറ്റിക്കലിനകത്ത് ഇതിനെനിക്ക് 105 പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒരു ഇതുപോലും മേടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ ബുയ എന്ന് പറഞ്ഞ ഈ ബൈക്ക് എനിക്ക് മേടിക്കണമെന്ന്, പക്ഷേ ഇതൊന്നും എനിക്ക് മേടിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. 105 പോയിൻറ്റ്സ് ഉണ്ട്. എനിക്ക് 2 ബണ്ടിൽ മേടിക്കാനുള്ള വരികയുണ്ട്. പക്ഷേ എനിക്ക് മേടിക്കണമെന്നുണ്ട്. പക്ഷേ അതെങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഗാലറി അല്ലാതെയാണ്. പിന്നെ നോക്കുവാണെങ്കിൽ
എൻ്റെ ചേട്ടൻ ഓറിയൻ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഇതൊക്കെയാണ് എൻ്റെ പെർമനൻ്റ് ആയിട്ടുള്ള ഗൺസ്. പിന്നെ വലുതായിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ UAD വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. UAD എടുക്കാമെന്നല്ല, UAD എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.